നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കാൻ കണ്ണൂർ ACPR ഹരിപ്രസാദിന്റെ മേൽനോട്ടത്തിൽ 7-അംഗ സംഘം രൂപീകരിച്ചു. ഡോക്ടർ MK റാമിനും ഡോക്ടർ സംഗീതയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും ചുമത്തി കേസെടുത്തു. റാഗിംഗ് പരാതിയും ശബ്ദ സന്ദേശവും പരിശോധിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ വ്യക്തമാക്കി. നിതിനെതിരെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പരാതിയുമുണ്ട്. ഇതിന്റെ ലോണിൽ കോളേജിലെ അധ്യാപികയ്ക്ക് നിരന്തരം ഫോൺ കോൾ വന്നു. നമ്പർ നിതിൻ നൽകിയതാണോ ലോൺ ആപ്പ് ചോർത്തിയതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. ലോൺ ആപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ പെർമിഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ പലപ്പോഴും നമ്മളുടെ മൊബൈൽ കോൺടാക്ട്സ് ഒക്കെ എല്ലാം തന്നെ ഈ ലോൺ ഏജൻസിക്ക് ലഭിക്കാറുണ്ട്. പല ലോൺ ആപ്പ് കേസുകൾ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺടാക്ട്സിലേക്ക് പലപ്പോഴും ഈ ലോൺ ആപ്പിന്റെ ആൾക്കാർ ഫോൺ ചെയ്ത് ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഇതിലൊരു അധ്യാപികയുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന മെസ്സേജ് പോലീസ് ഈ വിഷയത്തിലേക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് 10-ാം തീയതി ഒരുപാട് കോളുകൾ അധ്യാപികയ്ക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിലേക്കും അത്തരത്തിലുള്ള കോളുകൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഇത് ഒരുപാട് തലങ്ങളിലേക്ക് ഈ കേസ് കടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സമഗ്ര അന്വേഷണം തന്നെ വേണ്ടിവരും അല്ലേ? തീർച്ചയായും ശ്യാമ, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അന്വേഷണം പോകുന്നൊരു കേസ് കൂടിയായി നിതിൻ രാജിന്റെ കേസ് മാറുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട 7-അംഗ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ 2 അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും ചുമത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, കുടുംബത്തിന്റെ റാഗിംഗ് പരാതിയും അന്വേഷിക്കുന്നുണ്ട്. ഇതൊരു ആത്മഹത്യയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. മാത്രമല്ല, ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശവും പരിശോധിക്കുമെന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ മറ്റൊരു തലം എന്ന് പറയുന്നത്, ഈ നിതിൻ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു എന്നാണ് ഇന്നിപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറയുന്നുണ്ട്. അതായത്, നിതിൻ ലോൺ ആപ്പിൽ നിന്ന് കടം എടുത്തിരുന്നു. കോളേജിലെ ടീച്ചറുടെ നമ്പറാണ് ഈ ലോണിനായി നിതിൻ രാജ് കൊടുത്തിരുന്നത്. ഇതേ തുടർന്ന് ടീച്ചർക്ക് നിരന്തരം ഫോൺ കോൾ, അതായത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട നിരന്തരം ഫോൺ കോൾ വന്നിരുന്നു. ഇതുമൂലം ഉള്ള സമ്മർദ്ദവുമാകാം ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസ് മേധാവി പറയുന്നത്. മാത്രമല്ല, ഈ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇത്തരത്തിൽ ലോൺ ആപ്പിൽ നിന്ന് പണം എടുത്ത് അതിന്റെ പേരിൽ നിരവധി ഫോൺ കോൾ നിതിൻ രാജിനും അതുപോലെ തന്നെ ഈ അധ്യാപികയ്ക്കും വന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ ഫോണിലെ കോൺടാക്ട് വിവരങ്ങൾ ലോൺ ഏജൻസി കൈക്കലാക്കിയിരുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. ഇതിലൂടെ വിദ്യാർത്ഥിയുടെ അധ്യാപകരിൽ ഒരാളെയും ഏജന്റുമാർ ഫോൺ വിളിച്ച് നിരന്തരം ശല്യം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതടക്കം, അതായത് പ്രത്യേകം ഒരു സൈബർ കേസ് രജിസ്റ്റർ ചെയ്ത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട സംഭവം അടക്കം അന്വേഷിക്കാനാണ് നിലവിൽ ഈ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.